ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് പച്ചക്കറികളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മുട്ട അവിയൽ തയ്യാറാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. ആദ്യം മുട്ട അവിയലിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി 1 കപ്പ് നിറയെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 വെളുത്തുള്ളിയും 4 ഇതൾ കറിവേപ്പിലയും 1 പച്ചമുളകും 3 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് വെജിറ്റബിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുരിങ്ങയ്ക്കായും 2 ഉരുളക്കിഴങ്ങും 1 തക്കാളിയും 3 പച്ചമുളകും 1 ചെറിയ സവാളയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നീളത്തിലാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. സാധാരണ അവിയലിനൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. തക്കാളി ഒഴികെ ബാക്കി എല്ലാ വെജിറ്റബിളും ഈ കടായിലേക്ക് മാറ്റുകയാണ്. ഒരു പകുതി വേവായി കഴിയുമ്പോഴാണ് തക്കാളി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എല്ലാ വെജിറ്റബിളും ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെജിറ്റബിളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ തക്കാളി ചേർക്കുന്നത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാ വെജിറ്റബിളും നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അതുപോലെ ഇത് ഒരുപാടങ്ങ് അരഞ്ഞൊന്നും പോകരുത്. ഈ അരപ്പ് ചേർത്ത ഉടനെ ഞാൻ ഇളക്കിയൊന്നും കൊടുക്കുന്നില്ല. ഇത് നമുക്ക് എല്ലാം കൂടി സെൻറ്ററിലേക്കൊന്ന് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച ശേഷം ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നല്ലതുപോലെ ആവി കയറിയ ശേഷമാണ് ഞാനിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ തേങ്ങ അരച്ചെടുത്ത മിക്സിയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതാണിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് മുട്ടയാണ്. ഞാനൊരു 4 മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് സൈഡിലേക്കൊന്ന് ഒതുക്കി വെച്ച ശേഷം നമുക്കിതിലേക്ക് മുട്ടയുടെ ഓരോ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തത്. ഓരോന്നും 2ആയിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ മുട്ടയും 4ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഈ മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞ ശേഷം ഒരുപാട് ഇട്ടങ്ങ് ഇളക്കുകയൊന്നും ചെയ്യരുത്. ഇതുപോലെ ഈ വെജിറ്റബിളും ഈ അരപ്പും എല്ലാം ചേർത്തിട്ട് ഈ മുട്ടയിലൊന്ന് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞു വയ്ക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 4 മുതൽ 5 മിനിറ്റ് വരെയാണ് ഞാനിത് അടച്ചു വെച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ട അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ നല്ലൊരു മണമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട അവിയലാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്